കരുവാറ്റ കൊലപാതക കേസിൽ മുഖ്യപ്രതിയായ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് തുടരുകയാണ്. കൊല്ലപ്പെട്ട ശിവൻകുട്ടിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും കൗൺസിലിംഗിൽ കുട്ടി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. മുത്തച്ഛൻ ബാഡ് ടച്ച് ചെയ്തു എന്നായിരുന്നു കുട്ടി പോലീസിനോട് പറഞ്ഞത്. തന്നോട് മോശം പെരുമാറ്റം നടത്തിയ വിവരം അച്ഛൻ അറിഞ്ഞാൽ മുത്തച്ഛനെ കൊലപ്പെടുത്തും എന്നായിരുന്നു പോലീസിനോട് പിടിക്കപ്പെട്ട വേളയിൽ പെൺകുട്ടി പറഞ്ഞിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് 13-കാരിയാണ് എന്ന് പോലീസിന് പ്രാഥമികമായി തന്നെ കണ്ടെത്താൻ സാധിച്ചു. ഇതിൽ മറ്റ് 3 ആൺകുട്ടികൾ കൂടി പ്രതികളായി വരുന്ന സാഹചര്യമുണ്ട്. 13 വയസ്സുള്ള പെൺകുട്ടി എന്നതുകൊണ്ട് തന്നെ പോലീസിന് മുന്നോട്ട് പോകണമെങ്കിൽ ഏറെ വെല്ലുവിളികളുണ്ട്. നിയമപരമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് ലഭിക്കുന്ന പരിരക്ഷയുമുണ്ട്. അതേസമയം ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയപ്പെടേണ്ടതുണ്ട്. അവിടെയാണല്ലോ ഈ കൗൺസിലിംഗ് ഉൾപ്പെടെ പ്രധാനപ്പെട്ടതാകുന്നത്. നേരത്തെ മൊഴി നൽകുമ്പോഴൊന്നും ഒരു പശ്ചാത്താപവും പെൺകുട്ടിയിൽ പ്രകടമായിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്തായെന്നറിയാൻ പറ്റുന്നുണ്ടോ ശരണ്യ? അഭിലാഷ്, ഇപ്പോൾ കുട്ടിയുള്ളത് കോഴിക്കോടുള്ള ഹോമിലാണ് ഉള്ളത്. മറ്റ് 3 പ്രതികളായ 3 ആൺകുട്ടികൾ അവരുള്ളത് ചേർത്തല മായത്തറയിലെ ആൺകുട്ടികൾക്കായുള്ള ഹോമിലാണ്. ഈ ഘട്ടത്തിൽ, അതായത് നമുക്കറിയാം ഈ കേസ് ഒരു റയർ കേസാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ കുട്ടികൾ മൊത്തത്തിൽ, അതായത് കൊലപാതകത്തിന്റെ ആസൂത്രണമടക്കം കുട്ടികൾ ചേർന്ന് തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഒരു റയറസ്റ്റ് കേസുകളിൽ ഒന്നാണ് കരുവാറ്റ കേസ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം 13-കാരിയായ പെൺകുട്ടിയാണ് ആസൂത്രണം നടത്തിയത്. ഈ ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്ന 4 പേരും, അതായത് കൃത്യം നിർവഹിച്ചവരും ആസൂത്രണം നടത്തിയ പെൺകുട്ടിയും ഉൾപ്പെടെ 4 പേരും കുട്ടികളാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 13, 16, 17 വയസ്സുകളുള്ള ആളുകളാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തുടക്കം മുതൽ തന്നെ ഈ കുട്ടികൾ പലതരത്തിൽ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ കോൺഫിഡൻസോടുകൂടി അവര് വിശ്വസനീയമായ രീതിയിൽ ഓരോരോ കഥകൾ അവതരിപ്പിച്ചു പോയി എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ കുട്ടി മറ്റൊരു തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ സമീപനം കൊല്ലപ്പെട്ട ശിവൻകുട്ടിയിൽ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളത് ഇവൾ ആദ്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് പോലീസിനെ ഒരു ഘട്ടത്തിൽ, ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ പോലീസിനെ വലിയ രീതിയിൽ അത് ആ ഒരു ആദ്യ മണിക്കൂറുകൾ പോലീസിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അച്ഛൻ വീട്ടുകാരുമായി സഹകരണമില്ല, അമ്മയുമായി സഹകരണമില്ല. ഈ മുത്തശ്ശൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു അകൽച്ചയും വൈരാഗ്യവും ഉണ്ട്. അങ്ങനെയുള്ള ഒരാളോട്, പ്രത്യേകിച്ച് അച്ഛനൊരു ചെറിയ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും തനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വന്നായിരിക്കും മുത്തശ്ശനെ കൊലപ്പെടുത്തിയത് എന്ന് കുട്ടി പോലീസിനോട് പറയുവാണ്. അവിടെ നിന്നാണ് ഈ ശിവൻകുട്ടിക്കെതിരെയുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീടുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെയും ഈ കുട്ടി പറയുന്ന പല കാര്യങ്ങളും കള്ളം ആണ് എന്ന് പോലീസ് വന്നു. അതായത് വലിയ ഓരോ സ്റ്റോറികളായി കുട്ടി ഇങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അഴിച്ചു വെക്കുകയും അത് പിന്നീട് തെളിവുകളോടെ പിടിക്കപ്പെടുമ്പോൾ അത് തിരുത്തുകയും ചെയ്യുന്നു. ആ തിരുത്തപ്പെടുമ്പോൾ പോലും ഒരു പറഞ്ഞ കള്ളത്തരങ്ങൾ കൈയോടെ പിടികൂടി എന്നുള്ളതിന്റെ ഒരു യാതൊരുവിധ ഭാവഭേദവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇതിനകത്ത് ഓതന്റിക് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ പോലീസിന് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അതിനകത്ത് നടന്നിരിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൗൺസിലർമാർ ഇപ്പോൾ ഇന്നലെ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയാക്കി. അപ്പോൾ ഈ തുടക്കത്തിൽ ഈ ക്രൈം നടത്തുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ അവതരിപ്പിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ആർക്കും ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ മുത്തച്ഛനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും തന്നെ ആ കൗൺസിലിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ ഈ കുട്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് അവർക്കും ഉള്ളൊരു ബോധ്യം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോറി, കുട്ടി തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റോറി ആവാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിഷയങ്ങളിൽ കള്ളം പറയുന്നു എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു മാനസിക നില എന്നുള്ളത് ഒക്കെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്, അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ഈ കേസിനകത്ത് ഇനിയിപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കൂടി ഉൾപ്പെടുത്തി ഒരു മെഡിക്കൽ ബോർഡ് കൂടെ രൂപീകരിച്ച് ഒന്നുകൂടി ഇവരെ എക്സാമിൻ ചെയ്യുക എന്ന് തന്നെയാണ്
പോലീസ് വിചാരിച്ചിരുന്നത്. കാരണം അവർക്ക് ഇനിയും കൂടുതൽ ഈ ക്രൈമിനകത്ത്, കാരണം പുറമെ നിന്ന് അന്വേഷണ സംഘം പരിശോധിക്കുമ്പോൾ ഇത് ഒരു വളരെ ക്രൂക്കഡായി അല്ലെങ്കിൽ വളരെ ആ രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കി അതിനെ അവതരിപ്പിച്ച് അതിന് മുന്നോടിയായിട്ടുള്ള ആസൂത്രണം നടത്തുന്നു. പോലീസ് പിടിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ മൊഴി നൽകുന്നു. അപ്പോൾ അത് വളരെ പ്ലാൻഡായിട്ട് ഇവർ നടത്തിയ ഒരു ആസൂത്രണം അതിനകത്തുണ്ട്. ആ ആസൂത്രണത്തിനപ്പുറത്തേക്ക് എങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഒരു തലത്തിലേക്ക് എത്തി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരിലും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ ഒരു മാറ്റം ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഡൽഹി കേസിൽ ഏറ്റവും ക്രൂരത കാണിച്ചത് ആ 17 വയസ്സുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അതുപോലെ ഡൽഹി പീഡന കേസ് പോലെ തന്നെ ഈ കേസുകളിൽ ഈ കുട്ടികൾ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്, അതായത് മറ്റു 3 ആൺകുട്ടികൾ അവർ ഈ 18 വയസ്സിൽ താഴെയുള്ളവരാണ്, പക്ഷേ 17 വയസ്സ് ആ നിലവിൽ ആ റേഞ്ചിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണല്ലോ ആവശ്യം. അങ്ങനെ ഒരു അപേക്ഷ നാളെ പരിഗണിക്കപ്പെടുകയുമാണല്ലോ. അതെ, നാളെ ഇവരുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ വെക്കുക. കാരണം ഇത് സമൂഹത്തിൽ തന്നെ ഒരു പലതിലും ഒരു ക്ലാരിറ്റി വരുത്തേണ്ട കേസാണ്. കാരണം ഈ കുട്ടികൾ എങ്ങനെ ഇങ്ങനെ ഒരു മനോനിലയിലേക്ക് എത്തി, ഇവര് സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് ഏറെക്കുറെ വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ കണ്ണികൾ ഇവരെ ഇങ്ങനെ ഈ ഒരു തലത്തിലേക്ക് ഇവരെ കൂടി എത്തിക്കാൻ മറ്റൊരു തരത്തിൽ വഴി വെച്ച് സഹായിച്ച ആ ഒരു വല കൂടി ഇതിനകത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു ബോർഡ് രൂപീകരിച്ച് റിപ്പോർട്ട് എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ വിചാരണ ഘട്ടത്തിൽ ഇവരെ അഡൽട്ടായി, അതായത് 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾ ഈ ക്രൂരകൃത്യം നിർവഹിച്ചവർ, അവർക്ക് യാതൊരു കുറ്റബോധമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെയാണ് പോലീസിനെ പോലും അഭിമുഖീകരിക്കുന്നത്. അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ ഗിൽറ്റി ഫീലും ഇല്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾ അവരുടെ അഡൽട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ, ജുവനൈൽ ആയതുകൊണ്ട് തന്നെ തങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള രീതിയിലുള്ള ആ ഡിസ്കഷൻ പോലും അവർക്കിടയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇവരെ അഡൽട്ടായി പരിഗണിച്ച് ഇവരുടെ വിചാരണ ഘട്ടങ്ങളിൽ ആ രീതിയിൽ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ പോലീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവമാകുന്ന ഒരു കേസായി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇതിൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് 13 വയസ്സുള്ള ആളാണ്, അതൊരു പെൺകുട്ടിയാണ്. ഒപ്പം 3 പ്രതികൾ കൂടിയുണ്ട്. ആ 3 പേരും പ്രായപൂർത്തിയാകാത്തവർ ആണ് എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ മുന്നോട്ടു പോക്കിൽ വെല്ലുവിളിയാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.